എവിടേക്കെന്നല്ലേ? നമ്മുടെ സ്വന്തം പാതിരാമണയിലേക്കാണ്. ഞാൻ നോക്കത്താ ദൂരത്ത് കാണുന്നുണ്ട് പാതിരാമണ. ഏകദേശം 1.5 കിലോമീറ്റർ ദൂരമുണ്ട് നമ്മൾ ഈ യാത്ര. സംഗതി വേറെ വൈബായിട്ട് രക്ഷയില്ല. സമയം നട്ടുച്ചയാണ്. നട്ടുച്ചയ്ക്ക് പോലും നല്ല അടിപൊളി കാറ്റാണ്. വേമ്പനാട്ട് കായലിലൂടെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. വാ. നമ്മൾ എത്തിയിരിക്കുക കേട്ടോ. കായപ്പുറത്താണ് ഇപ്പോൾ തുടങ്ങിയത് യാത്ര. കായപ്പുറത്ത് നിന്ന് 500 രൂപ കൊടുത്താൽ നമ്മളിവിടെ ഇറക്കി തരും, തിരിച്ച് കൂട്ടിക്കൊണ്ടു. അപ്പോൾ ചേട്ടാ ഓക്കെ വിളിക്കാം. അപ്പോൾ ചേട്ടൻ തിരിച്ച് അങ്ങോട്ട് പോകും. അപ്പോൾ നമ്മൾ സമയമാകുമ്പോൾ വിളിച്ചാൽ ഫോൺ ചെയ്താൽ അവർ തിരിച്ച് വന്ന് നമ്മളെ പിക്ക് ചെയ്തോളും. അപ്പോൾ ഇതാണ് നമ്മുടെ ജനവാസം ഇല്ലാത്ത നമ്മുടെ പാതിരാമണൻ. ശാന്തമായി ഒഴുകുന്ന വേമ്പനാട്ട് കായലിൽ അതിലും ശാന്തമായൊരു പ്രദേശം. കാരണം മൊത്തം ഒരു നിശബ്ദതയാണ്. സംഗതി ഭയങ്കര രസമാട്ടോ. ആലപ്പുഴയിലെ മുഹമ്മ പഞ്ചായത്തിലാണ് പാതിരാമണ വരുന്നത്. പിന്നെ കുറേ ഐതിഹ്യങ്ങളുണ്ട് കേട്ടോ. ഈ ഇവിടെ വില്യമംഗല സ്വാമിയാർ കായലിൽ നിന്ന് സൃഷ്ടിച്ച ദ്വീപാണെന്ന് പറയുന്നു. അത് ആ സംഭവം നടന്നത് രാത്രിയിലാണ്, അതുകൊണ്ടാണ് പാതിരാമണൽ എന്ന് പേരിട്ടെന്ന് പറയുന്നു. അങ്ങനെ ഓരോ ഐതിഹ്യങ്ങൾ പറയുന്നുണ്ട്. ജൈവവൈദ്യങ്ങളുടെ ഒരു കലവറ തന്നെ കേട്ടോ നമ്മുടെ പാതിരാമണൽ. നിരവധി കണ്ടൽ ചെടികളുണ്ട്. അതുപോലെ തന്നെ കുറേ തരം പക്ഷികൾ, 150 തരം പക്ഷികളുണ്ടെന്നാണ് റിസർച്ച് ടീം കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷെ നമ്മളൊന്നും കാണാൻ പറ്റിയിട്ടില്ല. തീരെ ഭാഗ്യമില്ല തോന്നുന്നു. ഇനം തുമ്പികൾ, 34 ഇനം പൂമ്പാറ്റകൾ, 23 ഇനം ചിലന്തികൾ, 44 തരം മത്സ്യങ്ങൾ, ഇതെല്ലാം ഉണ്ട് എന്നാണ് പറഞ്ഞിട്ട് ഇവിടെ. നമുക്ക് ആലപ്പുഴയിൽ നിന്ന് വരികയാണെങ്കിൽ ഏകദേശം ഒരു 1.5 മണിക്കൂർ ബോട്ട് യാത്ര ഉണ്ടാവും. അത് സ്പീഡ് ബോട്ടാണ് 1/2 മണിക്കൂർ മതിയാവും. ഏറ്റവും ബെറ്റർ നമ്മൾ വന്ന വഴി തന്നെയാണ്. മുഹമ്മയിലെ കായപ്പുറം വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് 1/2 മണിക്കൂറുണ്ട്. അല്ല 1/2 മണിക്കൂറില്ല, 10 മിനിറ്റ് കൊണ്ട് എത്തും. കാരണം 1.5 കിലോമീറ്റർ ദൂരമുള്ളൂ. നമുക്ക് നോക്കിയാൽ കാണുന്ന ദൂരത്തിലാണ് പാതിരാമണൽ. അപ്പോൾ അതായിരിക്കും ഏറ്റവും ഷോർട്ടസ്റ്റ് വേ എന്ന് തോന്നുന്നു. നിരവധി ദേശാടന പക്ഷികൾ വിരുന്നുകാരെ എത്തുന്ന ഈ ഹരിതത്തുരുത്തിലേക്ക് വിരുന്നുകാരായി നിങ്ങളും എത്തുക. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.